ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 2025-26 കരട് പദ്ധതി രേഖ. ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീനീസിൻ്റെ അധ്യക്ഷതയിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബെറിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻലാൽ ഞെക്കാട് സ്വാഗതം പറഞ്ഞു. 9ാം വാർഡ് മെമ്പർ സുനിൽ GS കൃതജ്ഞത പറഞ്ഞു. വട്ടക്കാമൂട് പഴയ സ്റ്റാലിയ ഹോസ്പിറ്റലിന് സമീപത്തായിരുന്നു. അവിടെ വളരെ ഭംഗിയായിട്ട് വർക്കല പ്രദേശത്ത് വർക്കല മണ്ഡലത്തിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു DCC ആയിട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ മേഖലയിൽ കോവിഡ് മരണങ്ങളുടെ നിരക്ക് കുറയ്ക്കാനും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് സാധിച്ചു. പിന്നെ ചെമ്മരുതി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. നിരവധി കർഷകർ ഉള്ള ഒരു പ്രദേശവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പദ്ധതി നമ്മളെ രൂപീകരണ സമയത്ത് കൂടുതലും നമ്മുടെ കാർഷിക മേഖലയ്ക്കും ക്ഷീര മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നെൽകൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മളിവിടെ ഭരണം വയ്ക്കുന്ന സമയത്തൊക്കെ തന്നെ നിരവധി തരിശായി കിടക്കുന്ന വയലുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൃഷി നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കൂടുതലും അവിടേക്ക് പിന്നെ നീർച്ചാലുകളുടെ അഭാവം, കൃഷിക്ക് ഇപ്പൊ നമ്മൾ യന്ത്രവൽകൃതമായിട്ടുള്ള കൃഷിയാണ് പരിപോഷിപ്പിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ യന്ത്രങ്ങൾ ഇറക്കാനുള്ള സൗകര്യമില്ലായ്മ, അതുപോലെ കൂലിച്ചെലവും മറ്റുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ കർഷകർ നേരിട്ടിരുന്നു. പലരും കൃഷിയിലേക്ക് വരാനുള്ള വൈവിധ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കൃഷിഭവൻ ഉണ്ടാകും. കൃഷിഭവന്റെ എല്ലാ ഉദ്യോഗസ്ഥരും അവരോടൊപ്പം നിന്നതിന്റെ ഫലമായിട്ട് നിരവധി വയലുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചു. ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടെ ഭരണസമിതി പോകുന്നതിന് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും മുന്നിൽ കിടക്കുന്ന നമ്മുടെ വയലിൽ കൂടി നെൽകൃഷി ആരംഭിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കല്ലട കല്ലടയാണ് സൈഡിൽ ഒരു കെട്ട് പൊട്ടി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അത് ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ആ കെട്ട് നല്ല രീതിക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തും കൂടി കൃഷിയാക്കാൻ സാധിക്കും. അതിന്റെ സമീപത്ത് 40 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി അവസാനിപ്പിച്ചിരുന്ന പാടശേഖരം നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുത്താനയിൽ നിരവധി പാടശേഖരങ്ങൾ നമ്മൾ തിരിച്ചുകൊണ്ടുവന്ന് പഴയ അങ്ങനെ എല്ലാ പാടശേഖരങ്ങളിലും നമുക്ക് കൃഷി ഇറക്കാൻ സാധിച്ചു. നമ്മുടെ കൃഷി നെൽകൃഷി മാത്രമല്ല, വാഴകൃഷി ആയാലും പച്ചക്കറി കൃഷി ആയാലും കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് ഉടനീളം 2025-2026 സമർപ്പിച്ചുകൊണ്ടു. സ്വാഗതം ചെയ്യും. നമ്മുടെ ഉദ്ഘാടന കർമ്മം സാധാരണ ബിസിനസ്സിനൊക്കെ നമ്മൾ ഈ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലയിൽ നിന്ന് ഒക്കെ ആരെങ്കിലും വരണമെന്നായിട്ട് എല്ലാ സ്ഥലത്തും പരിപാടികൾ നടക്കും. ബ്ലോക്കിൽ ഗ്രാമസഭ, അപ്പോൾ അവരാരെയും നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബെറിലാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രിയങ്ക ബെറിലിനെ ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കരട് പദ്ധതി രേഖ ഇവിടെ അവതരിപ്പിക്കുന്നത് നല്ല
സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കൂടി എത്തിയിരിക്കുന്ന നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ നജിമ സാബുവാണ്. നജിമ സാബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നത് ശ്രീമതി ഗീതാനളൻ താൻ വൈകിപ്പോയി തോന്നുന്നു. ഈ പ്രായത്തിൽ ഞാൻ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇവിടെ രാത്രി ചാർജ് വെച്ച ആളാണ്. പുതിയ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥ കൂടിയാണ്. ആദ്യമായി പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്തിന്റെ ഒരു സ്നേഹാദരവ് അർപ്പിക്കുന്നു. സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 വർഷം ചെമ്മല്ലി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വ്യത്യസ്തമായ പരിപാടികളെ പദ്ധതികളെ കുറിച്ചാണ് നമ്മുടെ പ്രസിഡന്റ് അടക്കം ഇവിടെ സൂചിപ്പിച്ചത്. വരുന്ന കാലഘട്ടം സ്ട്രെയിറ്റ് ഫോർവേഡ് പനേറ വർക്കല.